പ്രായപൂർത്തിയാകാത്ത വിജയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് നെറ്റിസന്മാർ പരസ്പരം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ട്രോൾ മെഷീനറിയും ഹൈപ്പർ ട്രെയിനും തങ്ങളുടെ പോയിന്റുകൾ തെളിയിക്കാൻ ഓവർ ഡ്രൈവിൽ പ്രവർത്തിക്കുന്നു. വിജയുടെ ലുക്ക് ഒരു സംഭാഷണത്തിന് തുടക്കമിടാൻ പര്യാപ്തമല്ലെങ്കിൽ സ്പാർക്കിന്റെ ശബ്ദം ഒരു കോളിളക്കം സൃഷ്ടിച്ചു. പുതിയ ഗീതയ്ക്ക് 2003 ശേഷം വിജയും യുവൻ ശങ്കർ രാജയും തമ്മിലുള്ള രണ്ടാമത്തെ സഹകരണത്തെ അടയാളപ്പെടുത്തുന്ന ഗോട്ട് ആൽബത്തിന് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുന്നു. ഓരോ കേൾക്കുമ്പോഴും മികച്ചതാകുന്നു എന്ന് ചില ലേബലുകൾ നൽകി. കുറച്ചുകാലമായി വിജയുടെ ഏറ്റവും മോശം ആൽബം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നിരുന്നാലും അവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം ഈ വെങ്കട്ട് പ്രഭു സംവിധാനം കൂടുതൽ പശ്ചാത്തല സ്കോർ ഓറിയന്റലായിരിക്കുമെന്ന വിശ്വാസമാണ്. ടീസറിൽ അവർ കേട്ടതിൽ നിന്ന് ഗോ തീർച്ചയായും ഒരു യുവൻ ശങ്കർ രാജ മാജിക്കൽ ആണ്. പ്രശാന്ത്, പ്രഭുദേവ, സ്നേഹ, ലൈല, ജയറാം, മോഹൻ, യോഗി ബാബു തുടങ്ങിയ മുൻനിര താരങ്ങൾ അണിനിരക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെപ്റ്റംബർ 5 റിലീസ് ചെയ്യും. AGS പ്രൊഡക്ഷൻസിന്റെ പിന്തുണയോടെ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് നുനി. ചെന്നൈ, തായ്ലൻഡ്, ഹൈദരാബാദ്, ശ്രീലങ്ക, കേരളം, റഷ്യ, USA എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ചു.